ലബനാനിൽ ആക്രമണം തുടരുന്നതിനിടെ ഹിസ്ബുല്ലയുടെ പ്രത്യാക്രമണത്തിൽ 4 ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടു. ശനിയാഴ്ച തെക്കൻ ലബനാനിൽ ഹിസ്ബുല്ലയുമായുള്ള ഏറ്റുമുട്ടലിനിടെ 4 റിസർവ് സൈനികർ കൊല്ലപ്പെട്ടതായും 14 പേർക്ക് പരിക്കേറ്റതായുമാണ് IDF അറിയിച്ചത്. 4 ഇറാൻ സൈനികരുടെ വധത്തിലേക്ക് നയിച്ച തെഹ്റാൻ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് IDFന് നേരെ ഹിസ്ബുല്ലയുടെ ആക്രമണമുണ്ടായത്. ബറ്റാലിയന്റെ ക്യാപ്റ്റനും കമാൻഡറും ഡെപ്യൂട്ടി കമാൻഡറും അടക്കം 4 ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. എല്ലാവരും അലോൺ ബ്രിഗേഡിന്റെ 8207 ബറ്റാലിയനിലെ അംഗങ്ങളായിരുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. പരിക്കേറ്റ 14 പേരിൽ 5 പേരുടെ നില ഗുരുതരമാണ്. ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് IDF പറഞ്ഞു. 5 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ലബനാനിൽ ഹിസ്ബുൾ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാവുന്ന ഇസ്രായേൽ സൈനികരുടെ എണ്ണം 41 ആയി. ഇതിനിടെ ലബനാന്റെ വടക്കൻ അതിർത്തി കടന്നുള്ള മെറ്റുലയിൽ റോക്കറ്റ് ആക്രമണ മുന്നറിയിപ്പ് നൽകി സൈറണുകൾ മുഴങ്ങുന്നുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ ലബനാനിൽ ഹിസ്ബുൾ ആക്രമണത്തിൽ 10 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. ഗസയിൽ ഹമാസ് ആക്രമണത്തിൽ 3 സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം 3 വ്യത്യസ്ത സംഭവങ്ങളിലായാണ് ലബനാനിൽ 10 സൈനികർ കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച തെക്കൻ ലബനാനിലെ ഗ്രൗണ്ട് ഓപ്പറേഷനു വേണ്ടി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനിടെ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 5 സൈനികരുടെ പേരുകളാണ് IDF ആദ്യം പുറത്തുവിട്ടത്. ഈ ആക്രമണത്തിൽ 19 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. മറ്റ് 2 ഇടങ്ങളിൽ നടന്ന ആക്രമണത്തിലാണ് 5 പേർ കൂടി കൊല്ലപ്പെട്ടത്. ഇതുകൂടാതെ തെക്കൻ ലബനാനിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ 4 സൈനികർ കൊല്ലപ്പെടുകയും 6 സൈനികർക്ക് പരിക്കേറ്റതായും 3 പേരുടെ നില ഗുരുതരമാണെന്നും IDF വക്താവ് അറിയിച്ചിരുന്നു. ഒരു ഭൂഗർഭ അറയിൽ നിന്ന് പുറത്തു കടന്ന് വെടിയുതിർക്കുകയും ഗ്രനേഡുകൾ എറിയുകയും ചെയ്താണ് ഹിസ്ബുല്ല സംഘം ഈ 4 സൈനികരെ കൊലപ്പെടുത്തിയത്. ഗസയിൽ ജബാലിയയിൽ ഇസ്രായേൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽഖസാം ബ്രിഗേഡ്സ് നടത്തിയ ആക്രമണത്തിലാണ് കഴിഞ്ഞ ദിവസം 3 സൈനികർ കൊല്ലപ്പെട്ടത്. നിരവധി സൈനികർക്ക് പരിക്കേറ്റിരുന്നു. വടക്കൻ ഗസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലും ഖാൻ യൂണിസിലും നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രായേൽ നിരവധി പേരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഹമാസ് ആക്രമണം. കഴിഞ്ഞയാഴ്ചയും 5 ഇസ്രായേൽ സൈനികർ ലബനാനിലെ ഹിസ്ബുല്ല ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഗോലാനി ബ്രിഗേഡിലെ സൈനികരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ അറിയിച്ചത്. ആക്രമണത്തിൽ മറ്റൊരു ഓഫീസർക്കും 2 സൈനികർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 7 ശേഷം ഇതുവരെ ഗസയിലും ലബനാനിലുമായി ഹമാസ് ഹിസ്ബുൽ ആക്രമണത്തിൽ 800-ലേറെ ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ 6 കേണൽമാരും 10 ലഫ്റ്റനന്റ് കേണൽമാരും നിരവധി മേജർമാരും ഉൾപ്പെടുന്നു. കഴിഞ്ഞയാഴ്ച ഗസയിൽ IDFന്റെ ഉന്നത കമാൻഡർ കേണൽ അഹിസാൻ തക്സ ഗസയിലെ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. മറ്റൊരു ബറ്റാലിയൻ കമാൻഡറും 2 ഓഫീസർമാരും ഉൾപ്പെടെ 3 സൈനികർക്ക് പരിക്കേറ്റതായും IDF അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നെതന്യാഹുവിന് വസതിക്ക് നേരെ ഹിസ്ബുല്ല നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേലിന് വീണ്ടും കനത്ത തിരിച്ചടിയുണ്ടായത്.